ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 21 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. മലയാളത്തിൽ നിന്ന് 4 സിനിമകളും, തമിഴിൽ നിന്ന് 4 സിനിമകളും, ഹിന്ദിയിൽ നിന്ന് 2 സിനിമകൾ ഉൾപ്പെടെ നിലവിൽ 10 സിനിമകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധയാണ് നാളെ പ്രധാനമായും തിയേറ്ററിൽ നിന്ന് മലയാള സിനിമ. നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് GR ഇന്ദുഗോപൻ, രാജേഷ് പിന്നാടൻ എന്നിങ്ങനെയാണ്. ചിത്രത്തിൽ ഷമ്മി തിലകൻ, പ്രിയമത കൃഷ്ണൻ, സുരാജ് വെഞ്ഞാറമൂട്, അനു മോഹൻ, രാജശ്രീ, പ്രമോദ് വെളിയനാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ ക്യാമറ വർക്കുകൾ ചെയ്തിരിക്കുന്നത് അരവിന്ദ് എസ് കശ്യപ്, രണദേവി എന്നിങ്ങനെയാണ്. എഡിറ്റിംഗ് ജോലികൾ നിർവഹിച്ചിരിക്കുന്നത് ശ്രീജിത്ത് സാരംഗ്. ജേക്സ് ബിജോയിയാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. വിലായത്ത് ബുദ്ധയുടെ ഡ്യൂറേഷൻ ഏകദേശം 3 മണിക്കൂറിനടുത്താണ്. കൃത്യമായി പറഞ്ഞാൽ 2 മണിക്കൂർ 56 മിനിറ്റ്. ഈ സിനിമയ്ക്ക് UA 16+ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. വിലായത്ത് ബുദ്ധയുടെ ഏറ്റവും ഒടുവിടുന്ന അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. നാളെ നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിൽ നിന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയാണ് എക്കോ. സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയ്ക്ക് ശേഷം ബാഹുൽ രമേശ് തിരക്കഥയും ഛായാഗ്രഹണവും നിർവഹിച്ച് ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, ബിനു പപ്പു, മിയാന മോമിൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. മുജീബ് മജീദ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് സൂരജാണ്. സെൻസറിംഗ് പൂർത്തിയായപ്പോൾ ഈ സിനിമയ്ക്കും UA 16+ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. 2 മണിക്കൂർ 7 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 16 ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. രാജ്മോഹൻ സംവിധാനം ചെയ്യുന്ന ആവണി എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. സൂരജ് സെൻ, ദേവൻ, ആലിയ, TG രവി, കൈലാഷ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ദേവദാസ് ഫിലിംസിന്റെ ബാനറിൽ കല്ലയം സുരേഷാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ലാൽ കണ്ണനും എഡിറ്റിംഗ് അനന്തു വിജയുമാണ്. ബിനോജ് ബിനോയിയാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഹെൽപ്പ് ലൈൻ എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ആശ്രമം ചെല്ലപ്പനാണ്. പ്രിയ ഉണ്ണി, ആരോമൽ, വിജയലക്ഷ്മി, ചന്ദന എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. നാളെ 4 തമിഴ് ചിത്രങ്ങളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. നവാഗതനായ വികർണൻ അശോക് രചനയും സംവിധാനവും നിർവഹിച്ച മാസ്ക് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. വെട്രിമാരൻ നിർമ്മിച്ച ഈ സിനിമയിൽ കെവിൻ, ആൻഡ്രിയ ജെറമിയ, റുഹാനി ശർമ്മ, ബാലശരവണൻ, നരേൻ, സുബ്രഹ്മണ്യ ശിവ, കല്ലൂരി വിനോദ് എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന താരങ്ങൾ. RD രാജശേഖരൻ DOPയും രാമർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് GV പ്രകാശ് കുമാറാണ്. അർജുൻ സർജൻ നായകനാകുന്ന തീയവർ കുലൈ നടുങ്ങ എന്ന തമിഴ് സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. ഐശ്വര്യ രാജേഷ് നായികയാകുന്ന ഈ സിനിമ ദിനേശ് ലക്ഷ്മണനാണ് സംവിധാനം ചെയ്യുന്നത്. ശരവണൻ അഭിമന്യു DOPയും ലോറൻസ് കിഷോർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഫരദ് ആസീഗവനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. കിഷോർ മുത്തുരാമലിംഗം സംവിധാനം ചെയ്യുന്ന ഒരു തമിഴ് ഫാമിലി എന്റർടൈനർ സിനിമയാണ് മിഡിൽ ക്ലാസ്. മുനീഷ് കാന്ത്, വിജയലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിക്കുന്ന ഈ സിനിമ നാളെ നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. കാളി വെങ്കട്ട്, ഖുറേഷി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സുദർശൻ ശ്രീനിവാസൻ ഛായാഗ്രഹണവും സാൻ ലോകേഷ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. പ്രണവ് മുനിരാജാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. സിദ്ദീഖ് സംവിധാനം ചെയ്ത് വമ്പം വിജയം നേടിയെടുത്ത ഫ്രണ്ട്സ് എന്ന മലയാള സിനിമ 2001 തമിഴിൽ റീമേക്ക് ചെയ്ത് വമ്പം വിജയം അവിടെയും നേടിയെടുത്തിരുന്നു. വിജയ്, സൂര്യ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച ഈ സിനിമ തമിഴിലും സിദ്ദീഖ് തന്നെയാണ് സംവിധാനം ചെയ്തിരുന്നത്. ഈ സിനിമ നാളെ നവംബർ 21 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ ചെയ്ത് റിലീസായി വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. നാളെ നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ബോളിവുഡ് സിനിമയാണ് മാസ്റ്റി 4. മിലാപ് സബേരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിവേക് ഒബ്രോയി, റിതേഷ് ദേശ്മുഖ്, അഫ്താബ് ശിവദാസാനി, നദാനിയ ജനോസക്ക്, തുഷാർ കപൂർ, ജിതേന്ദ്ര എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സങ്കേത് ഷാ ഛായാഗ്രഹണവും സഞ്ജയ് സിംഗ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സഞ്ജീവ് ദർശനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. രജനീഷ് കൈ സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് സിനിമയായ 120 ബഹാദൂർ നാളെ തിയേറ്ററിലെത്തുകയാണ്. രാജീവ് വിജയ് മേനോൻ തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ ഫർഹാൻ അക്തർ, രാശി ഖന്ന, വിവാൻ ഫത്തേന, അങ്കിത് സിവാച്ചി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. 1962 നവംബർ 18 ഇന്ത്യ ചൈന യുദ്ധ സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രമേയം. ഇനി തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന കാന്ത എന്ന സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് നവംബർ 14 തിയേറ്ററിലെത്തിയ ഈ സിനിമ 6ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 35 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് കേരളത്തിൽ 4,30,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 22,75,00,000 രൂപ 6 ദിവസം കൊണ്ട് സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയത് 30,75,00,000 രൂപയായിരുന്നു. 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 33 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ 4,60,00,000 മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 32,50,00,000 റേഞ്ചിലുമാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത DSC എന്ന സിനിമ 20ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 26,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 20 ദിവസം കൊണ്ട് 36,82,00,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 21ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷത്തിന് മുകളിലാണ്. അങ്ങനെ ആദ്യ 21 ദിവസം കൊണ്ട് 37 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നൽകുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 81 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ ഭാഷകളിലായി പുതിയതായി ഒട്ടനവധി സിനിമകളാണ് വന്നു മറിയുന്നത്. അപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.